ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ കുറച്ചൊക്കെ റിക്കവറായി വന്നിട്ടുണ്ട്. നമ്മുടെ ഡോറ റൂമിൽ കിടക്കാണ്, കുഞ്ഞിനെ ഉറക്കാൻ പോയത്. അപ്പോഴാണെങ്കിൽ അവിടെ അങ്ങ് ജസ്റ്റ് കിടന്നു കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ്ട, എന്താണെന്ന് മനസ്സിലായത്? ഇതാണ് നമ്മുടെ ആടിൻ്റെ കുടൽ, അല്ലെങ്കിൽ ആടിൻ്റെ പോട്ടി എന്നൊക്കെ പറയും. നമ്മളിവിടെ പോട്ടി എന്നാണ് പറയുന്നത്, ആടിൻ്റെ കുടൽ. അപ്പം ഇന്ന് നമ്മളാണെങ്കിൽ ഇത് ക്ലീൻ ചെയ്ത് മേടിച്ചിരിക്കുക കേട്ടോ. ഇത് ക്ലീൻ ചെയ്യാത്ത സാധനമല്ല. ചിലയിടത്ത് ക്ലീൻ ചെയ്ത് തരും, ചിലയിടത്ത് ക്ലീൻ ചെയ്യാതെ തരും. ക്ലീൻ ചെയ്ത് തരുന്നിടത്ത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം, ക്ലീൻ ചെയ്യാത്തടുത്ത് പൈസ കൊടുക്കേണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങളിത് പണ്ട് അവിടെ നിന്ന് മേടിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഇറച്ചിക്കട ഉണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ മേടിക്കുന്നത്. അവിടെ പണ്ട് ഞങ്ങൾ മേടിക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ പൈസ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു, പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ടാണ് വാങ്ങിച്ചിട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പൈസ കൊടുത്തു. കിലോയ്ക്ക് 300 രൂപയാണ് ഇതിനായത്. ആടിൻ്റെ പോട്ടി എന്ന് പറയുന്നത് ഇതിപ്പോൾ 200, 100 എങ്ങാണ്ടുണ്ട്. അവർ ക്ലീൻ ചെയ്ത് തന്നെ. ഇനി നമ്മളെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതും മേടിച്ചിട്ടുണ്ട്, ബീഫും മേടിച്ചിട്ടുണ്ട്. ബീഫ് നമ്മളാണെങ്കിൽ കറിയും വെച്ച്, ആടിൻ്റെ പോട്ടി നമ്മൾ വരട്ടി എടുക്കാൻ പോയി. ഇത് കറിയായിട്ടല്ല, നല്ല വരട്ടി കുരുമുളകൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുക്കാൻ പോയി. നമ്മുടെ ഡോറ താണ്ട് ഉറക്കം തൂങ്ങി ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. എന്താ അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ ആടിൻ്റെ കുടൽ നമ്മളിന്ന് വരട്ടിയിട്ട് ബീഫ് ഒന്ന് കറി വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ അതാണ്ട് ആട്ടിൻകുടൽ വരട്ടിയത് കറി ഇതായിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്, അത്യാവശ്യം വെന്തിട്ടുണ്ട്. നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കറിവേപ്പില, പുതിനയില, മല്ലിയില, പിന്നെ കുറച്ച് പച്ചസവാളയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് വരട്ടാൻ വെക്കുകയാണ്, വഴട്ടി കിട്ടാൻ വേണ്ടി വെക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കുടൽ വെന്തിറങ്ങുമ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യ് അധികമായിട്ട് ഇറങ്ങും. ഈ കുടൽ നമ്മളെപ്പോൾ കറി വെച്ചാലും അധികമായിട്ട് കുറച്ച് നെയ്യ് ഇറങ്ങും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പച്ചസവാള മാറ്റി വെച്ചിരിക്കും. എന്നിട്ട് ഇത് വഴണ്ട് വെന്തെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ എണ്ണ അങ്ങോട്ട്, ആ കൊഴുപ്പ് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പം ഇതങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ വഴട്ടി എടുക്കാൻ വേണ്ടി വയ്ക്കും. അപ്പോൾ ആ കുറച്ച് എണ്ണ ഉള്ളത് സവാളയ്ക്കകത്തും പിടിക്കും. അപ്പോൾ ഒരുപാട് കൊഴുപ്പ് ഇങ്ങനെ കിടക്കത്തില്ല, കുറച്ച് കൊഴുപ്പ് കുറവായിരിക്കും. പിന്നെ ഒന്നും കൂടെ ഒന്ന് വഴട്ടി നല്ലോണം ഒന്ന് മൂപ്പിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് സെറ്റാവും. അപ്പം എൻ്റെ കറി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റർ ഇവിടെ നിൽപ്പുണ്ട്, അതൊന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് മൂത്തിട്ട് നമുക്ക് ടെസ്റ്ററുടെ കയ്യിലോട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. ചവിട്ടി പിടിക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്, കാരണം കുറേ നേരം നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നില്ലേ, അതുകൊണ്ട് ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചവിട്ടി പിടിക്കാതെ എടുത്ത് നമ്മൾ അങ്ങനെ വെള്ളം ഓവറായിട്ട് ഒഴിച്ചില്ല. ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ആ സാധനത്തിനകത്ത് ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അത് മാത്രമേ ഒഴിച്ചുള്ളൂ. ബാക്കിയുള്ള വെള്ളമെല്ലാം ഇറങ്ങിയത് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വെന്തതാണ്. നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ബീഫും വേവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിസിൽ ഇപ്പോൾ അടിക്കും, ആരും പേടിക്കില്ല. അപ്പോൾ 1 കിലോ ബോട്ടി നമ്മൾ എടുത്ത് ആടിൻ്റെ, പക്ഷേ എന്നിട്ടും ഇത്രയേ ഉള്ളൂ വെന്ത് വന്നപ്പം. ഇനി കുറച്ചുകൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലും ഇനിയും കുറച്ചുകൂടെ വറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി. എരിവ് ഇച്ചിരി കുറവാണ്. ഇനി നമ്മുടെ ടെസ്റ്റർ ഇതാ ഇവിടെ നിന്നുകൊണ്ട് കറിവേപ്പില എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കഴിഞ്ഞോ? ആ, ഇന്ന് മേടിച്ചുകൊണ്ട് അതെല്ലാം തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ തന്നെ വെന്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, സെറ്റ് സാധനം. ഇനി എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചോദിക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഇതേണ്ട നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്, ആടിൻ്റെ ബോട്ടി ഇതേ റെഡി ആയിട്ടുണ്ട്, ആട്ടിൻ കുടൽ. അപ്പോൾ ചോറായില്ല കേട്ടോ, ഞങ്ങൾക്ക് വയറും വിശക്കുന്ന. 1 മണി കഴിഞ്ഞു, 1:45 അത് മറ്റേ ചോറ, അതുകൊണ്ട് വെലേരിയ ചോറ് അമ്മയൊക്കെ വയ്ക്കുക അപ്പുറത്ത്. അപ്പോൾ ചോറായില്ല ഇതുവരെ. അപ്പം ഞങ്ങളാണെങ്കിൽ എന്ത് വിചാരിച്ചു, നല്ല പൂ പോലത്തെ അപ്പമുണ്ട്. അതെ, നല്ല സോഫ്റ്റ് അപ്പവും പിന്നെ ബ്രെഡ് വാങ്ങിച്ച് തിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് അത് നൊട്ടി തൽക്കാലം ഒരു ഇടക്കാല ആശ്വാസം. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഈച്ച പറക്കുന്ന കാണും. ഈച്ച പറക്കുന്ന ഈ മാസം ഈച്ചയുടെ സീസൺ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ ഭയങ്കര ഇവിടെ ഈച്ച, നാസിയുടെ വീട്ടിലും ഈച്ച ഉണ്ട്, പിന്നെ എല്ലാ സ്ഥലത്തും റൂമിലെല്ലാം ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങള് ഇതിന് പോകാനുള്ള എന്തെങ്കിലും ടിപ്പും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങള് തുടച്ച് എല്ലാം ഇട്ട് തുടച്ച് വൃത്തിയാക്കി, പിന്നെ ഫാൻ ഇട്ട് കൊടുത്തു, കുന്തിരിക്കും പുകച്ച്, എന്നിട്ടും അങ്ങോട്ട് പോകുന്നില്ല, ചെറിയ ശല്യമുണ്ട്. അപ്പം നമ്മുടെ ബോട്ടി ഡോറയെ കൊണ്ട് കഴിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാവേ. ഞാൻ ഒന്നിനും ടേസ്റ്റ് നോക്കിയില്ല. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ബോട്ടി നീ കഴിച്ചിട്ടില്ലേ? അല്ല, ഇതിന്റെ നോർമലി മറ്റേത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ആടിൻ്റെത് കഴിച്ചായിട്ട് ഓർമ്മയില്ല. സൂപ്പ് കഴിച്ചായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ പണ്ട്. എന്തായാലും സംഭവം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ബ്രെഡ് എടുക്കാം, ചൂടുണ്ട്.
പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അല്ലേ മറ്റേട്ടല്ലേ? ഇതെന്ന് വെച്ചാൽ അവിടുന്ന് ക്ലീൻ ചെയ്ത് തന്നു. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു കല്ലുപ്പിനകത്ത് ഒരു 3-4 തവണ ഇട്ട് പേടഞ്ഞ് അങ്ങോട്ട് വലിച്ച് ക്ലീൻ ചെയ്തു. പിന്നെ 2 തവണ വിനാഗിരിനകത്ത് മുക്കി വെച്ചു. ഇങ്ങനെ പോലെ ഒരു 7-10 തവണ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അഴുക്ക് ഫുള്ള് പോകും. അതുകൊണ്ട് ഒരു ചവയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിത് വെച്ച സമയത്ത് കുറച്ച് മല്ലി, പുതിനയില, കറിവേപ്പില അരച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ പിന്നെ അല്ലാതെ ഇട്ട് പച്ച സവാള ലാസ്റ്റ് ഇട്ടു. പിന്നെ നാരങ്ങ നീര് കുറച്ച് പിഴിഞ്ഞൊഴിച്ചു. അപ്പോൾ അതിൻ്റെ ആ നാരങ്ങ നീരിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മുന്നിൽ നിൽപ്പുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽപ്പുണ്ട്. ബീഫിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ ബീഫിൻ്റെ ഞാൻ നോക്കിയില്ല, ഉപ്പുണ്ടോ എരിവുണ്ടോ ഒന്നും നോക്കിയില്ല. ഇല്ല, ഞാൻ ഈ പ്രാവശ്യം ടേസ്റ്റ് നോക്കിയില്ല, വിളമ്പിയതേ ഉള്ളങ്ങ്. ടേസ്റ്റ് നോക്കിയിട്ട് എടുക്കും. എല്ലാം കുറയ്ക്കണമെന്ന് കൂട്ടണമെങ്കിൽ അറിയത്തില്ല. ടേസ്റ്റ് നോക്കുക. ഞാൻ ചാറിൻ്റെ ഒരു ഉപ്പുണ്ടോന്നൊന്നും നോക്കിയില്ല. ടേസ്റ്റ് നോക്കിട്ട് എറി. ഞാൻ നോക്കാത്തോണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല. അതിനിപ്പോ എന്താ, നമ്മളല്ലേ കഴിക്കണേ, പുറത്തൊന്നും ആരും ഇല്ലല്ലോ. കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഒന്ന് ഞാൻ കൊതി വിട്ടത് പണ്ട്. ഉപ്പ് കൊള്ളാവോ? ഞാൻ ടേസ്റ്റേ നോക്കിയില്ല. സാറിന് ഞാൻ വെക്കുമ്പോൾ ടേസ്റ്റ് നോക്കുന്നതാണ്. ഇന്ന് ഞാൻ ടേസ്റ്റ് നോക്കിയതാ. കൊള്ളാം. ഗ്രേവി നല്ല നോക്ക്, നല്ല കൊഴുത്ത ഗ്രേവി. ഞാൻ വെള്ളം ഒഴിക്കത്തില്ല. ബീഫും ചിക്കനും വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന വെള്ളം ഒഴിക്കത്തില്ല. പിന്നെ ബീഫ് നമ്മൾ എപ്പോൾ വേവിച്ചാലും എപ്പോൾ വേവിച്ചാലും എത്ര വിസിലടിപ്പിക്കും? എന്നാലും ഏകദേശം എത്ര അടിപ്പിക്കും? എനിക്ക് ബീഫ് എടുക്കുമ്പം പിച്ചമ്മ ഇങ്ങനെ ഇളകി വരണം. പിന്നെ നമ്മള് ഇടയ്ക്ക് ഡബ്രൂട്ടനും കൂടെ കൊടുക്കണ്ടോണ്ട് എന്നിട്ട് വേവിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഞാനൊരു കുക്ക് ആയതുകൊണ്ടും ഞാനൊരു ടെസ്റ്റർ ആയതുകൊണ്ടും ടേസ്റ്റ് ഉണ്ട്. ബീഫ് കറി പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല, പണ്ടോട്ടെ. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഇതിലൊരു എന്താ ടേസ്റ്റ് ഒന്നും അറിയാത്തില്ലാത്തോടു. പക്ഷെ മറ്റേതിന്റെ അതേ ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് വേറെ ഒരു ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റാത്ത ചവയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, തോന്നുന്നില്ല. എനിക്ക് ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി. സാധാരണ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയത്. ഇതിന്റെ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ടാവും എനിക്ക് അറിയത്തില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു കഴിക്കാൻ പറ്റാത്ത ഒരു വലിയ നമുക്ക് സംഭവമൊന്നുമില്ല. അപ്പോൾ ഈ ആടിൻ്റെ കുടലിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മൾ ഇടാം കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയ റെസിപ്പി പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ രീതി ഓരോ സ്ഥലത്തും ഓരോ രീതിയിലും ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതെല്ലാ ഫുഡും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇടാം. ആട്ടിൻകുടൽ ഇനി എടുത്തിട്ട് വേണമെങ്കിൽ കറിയായിട്ട് ഉണ്ടാക്കി ഇടാം. ഇത് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത്, നമുക്കിന്ന് ഷൂട്ടും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.